അനന്തകൃഷ്ണൻ അമൽ തെന്നമറമ്പിലെ AK സ്റ്റെഫിനും ചേരുന്നുണ്ട്. അനന്തൻ, അങ്ങനെ ഗ്രീഷ്മ കോടതിയിൽ നിന്ന് ജയിലിലേക്ക് പോയിരിക്കുന്നു. ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടായില്ല. നിർവികാരതയോടെയാണ് കോടതി മുറിയിൽ ഈ ശിക്ഷാവിധി കേട്ടതെന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞതാണ്. ഇപ്പോൾ കുടുംബത്തിന്റെ, ഷാരോന്റെ കുടുംബത്തിന്റെ പ്രതികരണങ്ങൾ കുറച്ചു വാക്കുകളിലാണെങ്കിലും കേട്ടു. വലിയ ആശ്വാസം ആ കുടുംബത്തിനുണ്ട് താനും. ദിവിഷ്, ഇതിൽ കൂടുതൽ ഒരു പ്രതികരണം അവർ എന്ത് നൽകും കേരള സമൂഹത്തിന് മുന്നിൽ? കാരണം അവർ ആഗ്രഹിച്ചൊരു ശിക്ഷാവിധി അവരുടെ മകനെ ഇനി തിരിച്ചു കിട്ടിയില്ലെങ്കിൽ കൂടി അതിനൊരു പരിഹാരമല്ല ഈ വിധിയെങ്കിൽ കൂടി പൂർണ്ണമായും നീതി കിട്ടുന്ന രീതിയിൽ ഒരു വിധി നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു. അതിനൊപ്പം തന്നെ കേരള പോലീസിന് പ്രത്യേകമായ അഭിനന്ദനം ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അല്പസമയം മുമ്പ് അന്വേഷണ സംഘത്തിൽപ്പെട്ട ഉണ്ടായിരുന്ന സുൽഫിക്കർ, അദ്ദേഹം നമ്മളോട് മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുകയുണ്ടായി. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ തന്നെ ജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം അന്വേഷിക്കുന്ന ഒരു കേസിൽ പ്രതിക്ക് വധശിക്ഷ ലഭിക്കുന്നത് എന്നുള്ളത് സുൽഫിക്കർ നമ്മളോട് പറഞ്ഞു. മാത്രമല്ല, ആ കേസിന്റെ തുടക്കം ഷാരോണിന്റെ വേദനയാർന്ന മരണം തിരിച്ചറിഞ്ഞ മാത്രം തന്നെ അന്വേഷണ സംഘം പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടണം എന്ന രീതിയിൽ തന്നെയാണ് ഈ കേസ് തെളിവുകൾ ശേഖരിച്ച് ഫ്രെയിം ചെയ്ത് വന്നതെന്നുമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പ്രതികരണം. ഏതായാലും പ്രോസിക്യൂഷനും വലിയ സംതൃപ്തി. കുടുംബത്തിന് അതിലേറെ അവരുടെ വികാരം ഏത് രീതിയിലാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയാതെയാണ് അച്ഛനും അമ്മയും മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയത്. ആ വിധി കേട്ടപ്പോൾ മാത്രയിൽ തന്നെ ന്യായാധിപന് മുന്നിൽ തൊഴുകൈകളോടെയാണ് ആ കുടുംബം കോടതി മുറിക്കുള്ളിൽ ആദ്യത്തെ പ്രതികരണം നടത്തിയത്. ഏതായാലും കേസിലെ പ്രതി ഗ്രീഷ്മ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞു. അവരെ തിരുവനന്തപുരത്തെ ജയിലിലേക്ക് ഇവിടെ നിന്ന് പ്രത്യേക വാഹനത്തിൽ കൊണ്ടുപോയി. ഇനി അല്പസമയത്തിനകം തിരുവനന്തപുരത്തെ ഫോർട്ട് ആശുപത്രിയിൽ ഗ്രീഷ്മയെ എത്തിക്കും. അവിടെ വൈദ്യപരിശോധന നടത്തിയ ശേഷമാകും ജയിലിലേക്ക് കൊണ്ടുപോവുക. ഏതായാലും ഇനി ഗ്രീഷ്മയ്ക്ക് ജയിലിൽ തന്നെ തുടരാം. വധശിക്ഷ നടപ്പാകുന്നത് വരെ അത് ചിലപ്പോൾ കാലങ്ങൾ എടുത്തേക്കാം. ആ കാലങ്ങളോളം അപ്പീലും അതിനുമേൽ അപ്പീലും ഒക്കെ ആയിട്ട് ഗ്രീഷ്മയ്ക്ക് കാരാഗൃഹത്തിനുള്ളിൽ തന്നെ വസിക്കേണ്ടി വരും. ഏതായാലും ഹീനമായ ആ കുറ്റകൃത്യം ഗ്രീഷ്മ ചെയ്തു എന്നുള്ള കാര്യം കോടതിക്ക് ബോധ്യപ്പെട്ടു. മാത്രമല്ല, ആ കുറ്റകൃത്യത്തിന്റെ പേരിൽ ഒരു തരത്തിലും ശിക്ഷയിൽ ഇളവ് അർഹിക്കുന്നില്ല ഗ്രീഷ്മ. ഒട്ടും ദയ അർഹിക്കാത്ത ഒരു കുറ്റവാളിയാണ് ഗ്രീഷ്മ എന്ന് കോടതിക്ക് തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവിന്റെ ബലത്തിലാണ് ഗ്രീഷ്മയ്ക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ്, വധശിക്ഷ നൽകാൻ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി തീരുമാനിച്ചത്. ആ വിധിന്യായമാണ് അല്പസമയം മുമ്പ് ന്യായാധിപൻ AM ബഷീർ കോടതി മുറിയിൽ വായിച്ചത്. മാർഷൽ അനന്തൻ, നമുക്കറിയാം ഈ ഇത്തരം ഒരു വിധി സ്വാഭാവികമായിട്ടും സാഹചര്യ തെളിവുകൾ വളരെ അപൂർവമായി മാത്രം സംഭവിക്കാവുന്ന തരത്തിലേക്ക് ലഭിക്കുന്നു. ആ ഒരു ചെറിയ തുമ്പുകളിൽ പിടിച്ചുകൊണ്ട് കേസന്വേഷണം മുന്നോട്ട് പോയി ഏറ്റവും ഒടുവിലിത വധശിക്ഷയിലേക്ക് എത്തുന്നു. പോലീസ് നേരിട്ടത് അതിസങ്കീർണമായിട്ടുള്ള ഒരു അന്വേഷണ രീതിയായിരുന്നു. ഒരുപക്ഷെ ആദ്യഘട്ടത്തിലൊക്കെ ഗ്രീഷ്മ മൊഴി നൽകുമ്പോഴെല്ലാം പോലീസിനെ വഴിതെറ്റിക്കുന്ന രീതിയിലായിരുന്നു. ഗ്രീഷ്മയ്ക്കൊപ്പം തന്നെ ഷാരൂണിൻ്റെ ഭാഗത്തു നിന്ന് ഗ്രീഷ്മയ്ക്കെതിരെയുള്ള ഒരു മൊഴി ലഭ്യമാകുന്നില്ല. ഇതെല്ലാം അന്വേഷണത്തെ വളരെയധികം ബാധിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ കുറ്റപത്രം സമർപ്പിച്ച വിധി പ്രസ്താവിക്കപ്പെടുമ്പോൾ ഏത് രീതിയിലുള്ള അന്വേഷണമാണ് ഈ കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ പോലീസിന് സാധിച്ചത്? മാർഷൽ, ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ആ പ്രത്യേക സംഘം അതിസമർത്ഥമായിട്ടാണ് നീങ്ങിയത്. കാരണം ഈ കേസ് പാറശാല പോലീസിന്റെ മുന്നിലെത്തുമ്പോൾ അവരത് നിസ്സംഗമായിട്ടാണ് കൈകാര്യം ചെയ്തത്. അതിനുശേഷം മാതൃഭൂമി ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇടപെട്ടതോടെയാണ് പ്രത്യേക സംഘത്തെ, ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തെ തീരുമാനിച്ചത്. ആ സമയം ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാർ ആയിരുന്നു. MR അജിത് കുമാർ നേരിട്ടാണ് SP D ശില്പയോട് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. ആ ചോദ്യം ചെയ്യലിൽ ഞാൻ ഓർക്കുന്നു, അന്ന് ADGP കൂടി ആ ചോദ്യം ചെയ്യലിന്റെ ഒരു ഘട്ടത്തിൽ റൂറൽ SP ഓഫീസിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ആ ആദ്യത്തെ ചോദ്യം ചെയ്യൽ തന്നെ നിർണായകമായിരുന്നു. അവിടെ വെച്ചതൊരു കുറ്റകൃത്യമാണ് എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു. പക്ഷേ ആ ആദ്യഘട്ടത്തിൽ കുറ്റകൃത്യമാണെന്ന് ബോധ്യപ്പെടുമ്പോഴും പോലീസിന് മുന്നിലുള്ള ആദ്യ വെല്ലുവിളി ഈ കേസിന്റെ ജൂറിസ്ഡിക്ഷൻ സംബന്ധിച്ചായിരുന്നു. കാരണം പളുകൽ പോലീസ് സ്റ്റേഷൻ, തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ പളുകൽ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ വെച്ചിട്ടാണ് ഈ കുറ്റകൃത്യം നടന്നിരിക്കുന്നത്. അതായത് ഗ്രീഷ്മ ഷാരോണിന് വിഷം നൽകിയിരിക്കുന്നത്. ഗ്രീഷ്മയുടെ വീട് തമിഴ്നാടാണ്. ഗ്രീഷ്മ തമിഴ്നാട് സ്വദേശിയാണ്, കന്യാകുമാരി ജില്ലക്കാരിയാണ്. അപ്പോൾ അവിടെ നടന്ന കുറ്റകൃത്യത്തിന്റെ അന്വേഷണം കേരള പോലീസ് നടത്താൻ കഴിയുമോ എന്നുള്ള ജൂറിസ്ഡിക്ഷൻ സംബന്ധിച്ചുള്ള തർക്കം ആദ്യം ഉണ്ടായിരുന്നു. അത് നിയമപരമായ കാര്യം, അതിൽ പോലീസ് മുന്നോട്ട് പോയി നിയമോപദേശം തേടി. അപ്പോൾ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആ ജൂറിസ്ഡിക്ഷൻ നിലനിൽക്കും, കേരള പോലീസിന്റെ ജൂറിസ്ഡിക്ഷൻ നിലനിൽക്കും എന്നുള്ള നിയമോപദേശമാണ് പോലീസിന് ലഭിച്ചത്. അതായത് കേരളത്തിൽ നിന്ന് തട്ടിക്കൊണ്ടു പോയിട്ടാണ് തമിഴ്നാട്ടിൽ വെച്ച് ഷാരോണിനെ വധിച്ചത് എന്നുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ ജൂറിസ്ഡിക്ഷൻ നിലനിൽക്കും. അപ്പോൾ പോലീസ് അതിന്റെ കാര്യം അന്വേഷിച്ചു. അപ്പോൾ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയതാണ്, വശീകരിച്ച് വരുത്തിയതാണ് ഗ്രീഷ്മ എന്ന് കേരള പോലീസിന് ബോധ്യപ്പെട്ടു. അപ്പോൾ തന്നെ അതൊരു തട്ടിക്കൊണ്ടുപോകലാണ് എന്ന് വ്യാഖ്യാനിക്കാവുന്ന കുറ്റകൃത്യമാണ്
എന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. അതോടുകൂടി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന ഒരു വയ്യാവേലി പോലീസ് അങ്ങ് മറികടന്നു. അതിന് ആ വാദം നിലനിൽക്കും എന്ന് പോലീസിന് അറിയാമായിരുന്നു. അത്രയും ശക്തമായൊരു നിയമോപദേശമാണ് അതിൽ ലഭിച്ചത്. പിന്നീട് ഈ കേസിൽ ദൃക്സാക്ഷിയില്ല എന്നുള്ളൊരു പ്രശ്നമാണ് പോലീസ് നേരിട്ടത്. കാരണം ആ വീട്ടിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഗ്രീഷ്മയ്ക്കും ഷാരോണിനും മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഷാരോൺ മരണത്തിന് തൊട്ട് മുൻപ് വരെ അക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയതുമില്ല. അപ്പോൾ അച്ഛനോട് മാത്രമാണ് അവസാനം താൻ ചതിക്കപ്പെട്ടു, ഗ്രീഷ്മ കഷായത്തിൽ വിഷം നൽകി തന്നതാണ് ഞാൻ കുടിച്ചത് എന്ന് അച്ഛനോട് പറഞ്ഞു. അതിനപ്പുറം ഒരു ദൃക്സാക്ഷി തെളിവില്ലായിരുന്നു. പിന്നീടുള്ള തെളിവ് പോലീസിന്റെ മുന്നിൽ സാഹചര്യ തെളിവുകൾ മാത്രമായിരുന്നു. അതിൽ പ്രധാനം ഷാരോൺ ആ വീട്ടിലെത്തി എന്ന് തെളിയിക്കാവുന്ന ശക്തമായ തെളിവുകൾ CCTV അടക്കം, ഷാരോണിന്റെ കൂട്ടുകാരനടക്കം. ഷാരോണിന്റെ കൂട്ടുകാരന്റെ മൊഴി, ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി 20 മിനിറ്റിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വഴിയരികിൽ നിന്ന് പച്ച ദ്രാവകം ഛർദ്ദിക്കുകയായിരുന്നു. ചോദിച്ചപ്പോൾ ഗ്രീഷ്മ ചതിച്ചു എന്ന് പറഞ്ഞു എന്നുള്ള മൊഴി, അത് നിർണായകമായിരുന്നു. അവർ സഞ്ചരിച്ച വഴിയിലെ CCTV ദൃശ്യങ്ങൾ നിർണായകമായിരുന്നു. ആ സാഹചര്യ തെളിവുകളെ ബലപ്പെടുത്തിയത് മെഡിക്കൽ റിപ്പോർട്ടുകളും ശാസ്ത്രീയമായ എവിഡൻസുകളും ഡിജിറ്റൽ എവിഡൻസുകളും. അതിനപ്പുറം കോടതി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നതിൽ കോടതി നിരീക്ഷിച്ച, ഈ വിധിന്യായത്തിൽ നിരീക്ഷിച്ച 2 പ്രധാന സംഗതികൾ വളരെ സുപ്രധാനമായ കാര്യമാണ്. അതായത് ഗ്രീഷ്മ ഒരു ദയ അർഹിക്കുന്നില്ല, പ്രായത്തിന്റെ പരിഗണന ഗ്രീഷ്മയ്ക്ക് കൊടുക്കേണ്ടതില്ല, അത്രയും ഹീനമായ പ്രായത്തിനൊത്ത അതിനേക്കാൾ അല്ലെങ്കിൽ പ്രായത്തിന്റെ പരിഗണന കൊടുക്കാൻ ആവശ്യമില്ലാത്ത രീതിയിലുള്ള കുറ്റകൃത്യമാണ് അവൾ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല മുൻ ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നുള്ള വാദം നിലനിൽക്കില്ല എന്നാണ് കോടതി പറഞ്ഞത്. അതിന് കാരണം നിരന്തരം ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചിരുന്നു. അതിന് ഉപോത്ഫലകമായത് ഷാരോൺ തന്നെ മുൻപ് പകർത്തിയ ഒരു വീഡിയോ ദൃശ്യം, അതായത് ജ്യൂസ് ചലഞ്ച് വഴി തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന, ഒരുപക്ഷെ അത് അപായപ്പെടുത്താനാണ് എന്ന് ബോധ്യമില്ലാതെ ഇരുന്നിട്ടും ഷാരോൺ അന്നത് റെക്കോർഡ് ചെയ്യാൻ, ആ ദൃശ്യം ചിത്രീകരിക്കാൻ തീരുമാനിച്ചത് അതൊരു ദൈവത്തിന്റെ കയ്യൊപ്പായി ഈ കേസിൽ മറഞ്ഞു കിടന്നിരുന്നു. അത് ഗ്രീഷ്മയ്ക്കെതിരായ പ്രധാന തെളിവായി അത് നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതി ഈ പ്രതിക്ക് മുൻ പശ്ചാത്തലം, ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നുള്ള വാദം നിലനിൽക്കുക എന്ന് നിരീക്ഷിച്ചിരിക്കുന്നത്. ഏതായാലും സാഹചര്യ തെളിവുകൾ മാത്രമുള്ള ഒരു കേസിൽ അതിനെ ബലപ്പെടുത്തുന്ന ശാസ്ത്രീയ തെളിവുകൾ പോലീസിന് കോടതിക്ക് മുന്നിൽ എത്തിക്കാനായി എന്നുള്ളത് വലിയ വിജയമാണ് പ്രോസിക്യൂഷന്റെ. അതുകൊണ്ട് തന്നെയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമയം മുമ്പ് ഒരു പ്രതിക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടത്. മാർഷൽ അനന്തഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷാരോൺ വധക്കേസിൽ 1-ാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. 3-ാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാറിന് 3 വർഷത്തെ തടവാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അമ്മയെ നേരത്തെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിരുന്നു. അതിൽ തുടർ നടപടിയില്ല എന്നുകൂടി കോടതി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഏകദേശം 1/2 മണിക്കൂറോളം നീണ്ടുനിന്ന ഈ വിധി പ്രഖ്യാപനത്തിന് മുന്നോടിയായുള്ള നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടാണ് കോടതി ഈ വിധി പ്രഖ്യാപനത്തിലേക്ക് വന്നത്. എങ്ങനെയാണ് സമൂഹത്തിൽ ഇതൊരു തെറ്റായ സന്ദേശമായി മാറുന്നത്, അതായത് പ്രണയിച്ച് അല്ലെങ്കിൽ വിശ്വാസവഞ്ചന നടത്തിക്കൊണ്ട് സമൂഹത്തെ തെറ്റായ സന്ദേശത്തിലേക്ക് കൊണ്ടുപോയി ഗ്രീഷ്മയുടെ ചെയ്തികൾ എന്നാണ് കോടതി പറഞ്ഞത്. പ്രണയത്തിൻ്റെ അടിമയായിരുന്നു ഷാരോൺ, അല്ലെങ്കിൽ അത്രയേറെ ആത്മാർത്ഥമായി പ്രണയിച്ച ഒരു ചെറുപ്പക്കാരനെയാണ് ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തിയത്. അത് വളരെ വൈകാരികമായി തന്നെ പ്രോസിക്യൂഷൻ എങ്ങനെയൊക്കെ കോടതിയിൽ വാദിച്ചോ ആ വാദങ്ങളെ മുഖവിലക്കെടുത്തുകൊണ്ടാണ് കോടതി ഈ വിധി പ്രഖ്യാപനം നടത്തിയത്. അതിന് മുന്നോടിയായി ഷാരോണിൻ്റെ അച്ഛനെയും അമ്മയും കുടുംബാംഗങ്ങളെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു ജഡ്ജി. തുടർന്നാണ് ശിക്ഷാവിധി ഉണ്ടായത്. നിർവികാരതയോടെയാണ് ഗ്രീഷ്മ ഈ ശിക്ഷാവിധി കേട്ടതെങ്കിൽ ഷാരോണിൻ്റെ അച്ഛനും അമ്മയും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് തങ്ങളുടെ അമ്മയുടെ പ്രതികരണം ഒരിക്കൽ കൂടി ഒന്ന് കേട്ടു നോക്കാം. ഷാരോണിന്റെ അമ്മ കരഞ്ഞുകൊണ്ടാണ് പ്രതികരിച്ചത്. ഒരുപാട് സംതൃപ്തരാണ്. എന്റെ പൊന്നുമോൻ, നിഷ്കളങ്കനായ എന്റെ പൊന്നുമോൻ നിലവിലെ ദൈവം കേട്ട് ദൈവം നീതിമാനായ ജഡ്ജിയിൽ ഇറങ്ങി വന്നു. നീതിമാനായ ജഡ്ജി ഞങ്ങൾക്ക് വധശിക്ഷ തന്നെ അവർക്ക് കൊടുത്തു. ഞങ്ങൾ വളരെയേറെ സംതൃപ്തരാണ്. അച്ഛാ, എന്താ വിധിയോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? വിധിയോട് നല്ല രീതിയിലുള്ള വിധിയാണ് ഉണ്ടായത്. ദൈവത്തിന് അടുത്ത സ്ഥാനം ഉടനെ ജഡ്ജിക്കണം. എനിക്ക് സംസാരിക്കാൻ വയ്യ, അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഗ്രീഷ്മയുടെ വധശിക്ഷ അംഗീകരിച്ചുകൊണ്ടാണ് അച്ഛനും അമ്മയും ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. നേരത്തെ ആനന്ദൻ സൂചിപ്പിച്ചില്ലേ ദിവിഷ്, അതായത് സാഹചര്യ തെളിവുകൾ വളരെ ചെറുതായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ശാസ്ത്രീയമായ തെളിവുകളുടെ ബലപ്പെടുത്തലാണ് കേസിന് അനുകൂലമായിട്ടുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ പോലീസിന് സാധിച്ചത്. എന്ന് മാത്രമല്ല, പ്രോസിക്യൂഷന് മുമ്പിൽ വാദങ്ങൾ ഉയർത്തുമ്പോൾ പലപ്പോഴും ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്ത ഒരാളാണ് ഗ്രീഷ്മ എന്നൊക്കെയുള്ള വാദങ്ങളെ പാരസെറ്റാമോൾ ജ്യൂസ് ചലഞ്ചിലൂടെ മറികടക്കാൻ സാധിച്ചു. അതുമാത്രമല്ല, ഗ്രീഷ്മയെ വിശ്വസിച്ച്
ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് ഷാരോൺ എത്തുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ വീട്ടിൽ എന്ത് സംഭവിച്ചുവെന്ന് അറിയാൻ മാർഗമില്ല. അവിടെ അതിൻ്റെ ഉത്തരവാദി സ്വാഭാവികമായും ഗ്രീഷ്മ തന്നെയാകും. ഗ്രീഷ്മ കഷായത്തിൽ കപ്പിക്കുന്ന വിഷം നൽകുന്നു, അത് വിശ്വാസത്തോടുകൂടി എടുത്ത് കഴിക്കുന്നു, ആ കഷായം കഴിക്കുന്നു. അതായത് അതിന് എന്ത് തന്ത്രമാണ് ഗ്രീഷ്മ അതിനുവേണ്ടി ഉപയോഗിച്ചത് എന്ന് പുറം ലോകത്തിന് അറിയാൻ പറ്റുന്നില്ല. എന്നാൽ ഗ്രീഷ്മ ഇത് ചെയ്തതിന് ശേഷം പുറത്തു വന്ന് പച്ച നിറത്തിൽ ഛർദ്ദിക്കുമ്പോൾ അതിൻ്റെ കാരണം എന്താണ് എന്ന് സുഹൃത്ത് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു.